Hello everyone, welcome back to my YouTube channel. The great scientist Nikola ടെസ്ലയുടെ മൈൻഡ് ടെക്നിക്കിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അദ്ദേഹം മാത്തമാറ്റീഷ്യൻ ആയിരുന്നതുകൊണ്ട് തന്നെ 369 എന്നീ നമ്പേഴ്സിന് യൂണിവേഴ്സുമായി ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നിക്കാണ് ടെസ്ല കോഡ് അഥവാ സീക്രട്ട് കോഡ് എന്നറിയപ്പെടുന്ന 369 മെത്തേഡ്. ഈ നമ്പേഴ്സിന് റിയാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മതങ്ങളുടെ റിച്വൽസ് എടുത്ത് നോക്കിയാലും അതിൽ ഈ നമ്പേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ളതായി കാണാം. എങ്ങനെയാണ് ഈ 369 മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് ജേണലിൽ 1-2 സെന്റൻസിൽ അഫർമേഷൻ ആക്കി എഴുതി വെക്കുക. പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രീം ജോബ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗോളാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അഫർമേഷൻ എഴുതേണ്ടത് ഞാൻ എന്ത് ജോബാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ജോബിൻ്റെ പേര് എഴുതുക. അത് എവിടെയാണോ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഇതും എഴുതുക. എന്നിട്ട് അത് രണ്ടും സ്പെസിഫിക്കായി എഴുതിയതിന് ശേഷം അത് ഞാൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് വേണം എഴുതാനായിട്ട്. നിങ്ങൾക്ക് ഏത് ഗോൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ജോബ് സെലക്ട് ചെയ്തതെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാനോ അങ്ങനെ എന്ത് ഗോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ എഴുതി വെച്ചിരിക്കുന്ന അഫർമേഷൻസ് രാവിലെ 3 തവണയും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ 6 തവണയും രാത്രി കിടക്കുന്നതിന് മുമ്പായി 9 തവണയും എഴുതുക. ഇത് എഴുതുമ്പോൾ പോസിറ്റീവ് ഫീലിങ്സോടുകൂടി വേണം എഴുതാനായിട്ട്. എഴുതുമ്പോൾ മനസ്സിൽ അഫേം ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗോളിലേക്കുള്ള ഫോക്കസ് കൂടുകയും നമ്മളത് എഴുതുമ്പോൾ ഉണ്ടായിരുന്ന പോസിറ്റീവ് വൈബ്രേഷൻ ഡേ ഫുള്ളായിട്ട് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയും. നമ്മുടെ ഗോളിലേക്കുള്ള ഫോക്കസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഗോളിനെ കുറിച്ചുള്ള അറ്റൻഷൻ സ്ട്രോങ് ആവുകയും അതിലേക്കുള്ള ഫോക്കസ് കൂടുകയും മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കുകയും ചെയ്യും. അതായത് രാവിലെ 3 തവണ നമ്മൾ പോസിറ്റീവ് ഫീലോടുകൂടി അത് എഴുതിയതിന് ശേഷം വീണ്ടും 6 തവണ നമ്മൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ് ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി അങ്ങനെ തന്നെ നിലനിൽക്കും. അതേപോലെ നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഇത് 9 തവണ കൂടി എഴുതുകയാണെങ്കിലോ ആ എനർജി കുറച്ചും കൂടി സ്ട്രോങ് ആവും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഈ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ഫാസ്റ്റ് ആൻഡ് ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. ഈ 369 മെത്തേഡിലൂടെ ഫോക്കസും വൈബ്രേഷനും മെയിൻറ്റെയിൻ ആവുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് 21 അല്ലെങ്കിൽ 33 ദിവസം അല്ലെങ്കിൽ 48 അങ്ങനെ എത്ര ഡേയ്സ് ചെയ്താലാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു സെർട്ടനിറ്റി ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ വിജയകഥകളും അതേപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഹാപ്പി മാനിഫെസ്റ്റിംഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.